വട്ടക്കണ്ണടയും വട്ടപ്പൊട്ടും വെച്ച് ചീത്ത വിളിച്ച് നടക്കുന്ന ഫെമിനിസ്റ്റുകൾ കേൾക്കാൻ. ആലപ്പുഴയിൽ തപോവനമുണ്ടാക്കിയ വനമുത്തശ്ശി ദേവകിയമ്മയ്ക്ക് പത്മശ്രീ അവാർഡ്. രാജ്യം പത്മശ്രീ നൽകി അവരെ ആദരിച്ചിരിക്കുന്നു. ദേവകിയമ്മയെ പോലെയുള്ള സ്ത്രീകളെ വേണം ഇന്നത്തെ പെൺകുട്ടികൾ കണ്ടുപിടിക്കാൻ. അവരെ വേണം റോൾ മോഡലാക്കാൻ. അല്ലാതെ അറയ്ക്കൽ കുടുംബാംഗങ്ങളെ കണ്ട് പഠിക്കരുത്. രാകേഷ് ശർമ്മയെ പോലെ ബഹിരാകാശ സഞ്ചാരിയാകണമെന്ന് ചിന്തിക്കുന്ന കൽപ്പന ചൗളയിലും സുനിത വില്യംസിലുമാണ് സ്ത്രീ ശാക്തീകരണമുള്ളത്. സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ ഒരു ക്രിക്കറ്റർ ആകണമെന്ന് ചിന്തിക്കുന്ന മിതാലി രാജിലും സ്മൃതി മന്ദാനയിലുമാണ് സ്ത്രീ ശാക്തീകരണമുള്ളത്. മുഹമ്മദ് അലിയെ പോലെ ഒരു ബോക്സർ ആകണമെന്ന് ചിന്തിക്കുന്ന മേരി കോമിലാണ് സ്ത്രീ ശാക്തീകരണമുള്ളത്. വള്ളത്തോളിനെ പോലെ ഒരു കവിയാകണമെന്ന് ചിന്തിക്കുന്ന സുഗതകുമാരിയിലാണ് സ്ത്രീ ശാക്തീകരണമുള്ളത്. അപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. വട്ടപ്പൊട്ടും വട്ടക്കണ്ണടയും വെച്ചാൽ സ്ത്രീ ശാക്തീകരണം ഉണ്ടാവില്ല. തുലിഞ്ഞ വർത്താനം പറഞ്ഞാൽ, ചീത്ത വിളിച്ചാൽ സ്ത്രീ ശാക്തീകരണം ഉണ്ടാവില്ല. തുല്യത ഉണ്ടാവില്ല. അയൽവീടിലെ ശശിയും വേടനൊക്കെ കഞ്ചാവ് വലിക്കും, അതുകൊണ്ട് ഞങ്ങൾക്കും വലിക്കണം എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണത്തിൽ പെടില്ല. അയൽവീടിലെ സോമേണൻ നടുറോഡിലിരുന്ന് മൂത്രമൊഴിക്കും, അതുകൊണ്ട് ഞങ്ങൾക്കും ഒഴിച്ചാൽ എന്താ എന്ന് ചോദിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിൽ പെടില്ല. ഭൂമി ദേവി എന്നാണ് പറയുന്നത്, ഭൂമി ദേവൻ എന്നല്ല. അപ്പോൾ ആ ക്വാളിറ്റി നിങ്ങൾ കാണിക്കണം, നിങ്ങൾ സ്ത്രീകൾ കാണിക്കണം.